ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ മാർക്ക് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ്, സ്പെർമിയോജെനസിസ് ആൻഡ് സ്പെർമിയേഷൻ? സ്പെർമാറ്റോജെനസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന ഒരു സെല്ല്, അത് മെയിൽ ജേം സെല്ല് തന്നെയാണ്. അത് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്ത് 4 സ്പേം സെല്ലുകളായിട്ട് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ എന്ന് പറയുന്ന സെല്ലുകളായിട്ട് മാറുന്ന ആ എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സ്പെർമിയോജെനസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന സെല്ലുകൾ ഉണ്ടാകും. ഈ സ്പെർമാറ്റിഡുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് രൂപം മാറി മെച്യൂർ ചെയ്ത് ഒരു സ്പെർമാറ്റോസോവയായി മാറുന്ന ആ ഒരു രൂപമാറ്റത്തെയാണ് നമ്മൾ സ്പെർമിയോജെനസിസ് എന്ന് വിളിക്കുന്നത്. സ്പെർമിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർട്ടോളി സെല്ലുകൾ ഉണ്ടല്ലോ, അതിൽ തലകുത്തി നിൽക്കുന്ന നമ്മുടെ സ്പേം സെല്ലുകളെ അവിടെ നിന്നും റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾസ്? ആഫ്റ്റർ റപ്ചറിങ്, പൊട്ടിയതിനു ശേഷം, ഓവല്യൂഷൻ നടക്കുന്ന 14ാമത്തെ ദിവസം ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയതിനു ശേഷം അതിന്റെ റെമനൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു എല്ലോയിഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. അതിന്റെ പേര് കോർപ്പസ് ലൂട്ടിയം, വിച്ച് പ്രൊഡ്യൂസ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. മക്കളെ, ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നാളെ വൈകുന്നേരം 7 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക, നമുക്ക് ചാപ്റ്ററും ക്വസ്റ്റ്യൻസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം.